ദേവലോകത്തെ രാജാവായ ദേവേന്ദ്രൻ ഗൗതമ മഹർഷിയുടെ ഭാര്യയായ അഹല്യയെ തേടി ഭൂമിയിലേക്ക് വന്നു. എന്ന് വെച്ചാൽ ഒരു മനുഷ്യ സ്ത്രീയേക്കാൾ 10,000 ഇരട്ടി സൗന്ദര്യമുണ്ട് ഒരു ദേവസ്ത്രീക്ക്. അവിടെയാണ് രംഭ, തിലോത്തമ, ഉർവശി, മേനക ഒക്കെ കിടക്കുന്നത്. ഇവരെ ഒന്നും മതിയാകാഞ്ഞിട്ട് ദേവന്മാരുടെ രാജാവ് മനുഷ്യ സ്ത്രീയായ അഹല്യയെ തേടി വന്നു എന്ന് നമ്മളെ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ ആചാര്യന്മാർ പറയും, ന ജാതു കാമ കാമാനാം ഉപഭോഗേന ശമ്യതി. ഇന്ദ്രിയപരമായ ഭോഗങ്ങൾ കൊണ്ട് ആഗ്രഹങ്ങൾ ശമിക്കുന്നില്ല. കത്തിയാളുന്ന അഗ്നിയിലേക്ക് നെയ് കോരി ഒഴിക്കും തോറും അഗ്നി ആളി കത്തിക്കൊണ്ടേയിരിക്കും. ഇത് പഠിപ്പിക്കാനാണ് ദേവേന്ദ്രൻ ഭൂമിയിൽ വന്നിട്ട് അഹല്യയെ പ്രാപിച്ചു എന്ന കഥ രാമായണത്തിൽ നമ്മൾ വായിച്ചത്. ഹിന്ദുക്കളായ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ആചാരങ്ങൾ വ്യത്യസ്തമാണ്. നമ്മുടെ വിശ്വാസങ്ങളിൽ വൈവിധ്യമുണ്ട്. കുട്ടിച്ചാത്തൻ, കരിങ്കുട്ടിച്ചാത്തൻ, കാളി, ഭദ്രകാളി, ഭഗവതി, ഗുരുവായൂരപ്പൻ, കാടാമ്പുഴ ഭഗവതി, അങ്ങനെ തുടങ്ങി 33 കോടി ദൈവങ്ങളാണ് നമുക്കുള്ളത്. എന്തിനാണ് ഇത്രയേറെ ദൈവങ്ങൾ എന്നൊക്കെ നമ്മളോട് ചോദിക്കുന്നവരുണ്ട്. കാരണം നമ്മളൊരു 100 പേർ ഒന്നിച്ചു ചേർന്നാൽ 100 പേർ ഒരുപോലെയല്ല. നമ്മളെല്ലാം മനുഷ്യന്മാരാണ്, പക്ഷെ നമ്മളെല്ലാം ഒരുപോലെയല്ല. ചില ആളുകൾ പറയും ഒരാളെ പോലെ 7 പേരുണ്ടെന്ന്. ഒരാളെ പോലെ 7 പേരില്ല. ഒരാളെ പോലെ ഈ ലോകത്ത് ഒരാളേ ഉള്ളൂ.